അപ്പോൾ സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാവും എന്നുള്ളതിനകത്ത് ഒരു സംശയവും എനിക്കില്ല. അത് ലോകം നാളെ അംഗീകരിക്കുന്ന രീതിയിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഐ ആം കമ്മിങ് ഫ്രം എ മെഡിക്കൽ ഫീൽഡ്. ഭാരതം ഇന്ന് ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫീൽഡിലാണ്, കച്ചവടം. പക്ഷേ ഗുരുജി പറഞ്ഞതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു വെളിപാട് കിട്ടിയതാണെന്ന് ഞാൻ പറയുന്നു, ഇവിടെ തുറന്ന് പറയുകയാണ്. ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ ഷെയർ ചെയ്യാം. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ പൊട്ടൻഷ്യൽ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയില്ല ഒരു സ്ത്രീയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചരക ശുശ്രുത ഗുരുക്കന്മാരൊക്കെ പണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത് ഈ ഭൂമിയിലല്ല. നമ്മൾ അതിൻ്റെ അസ്യൂം ചെയ്തിട്ടുള്ള ചില വേർഷൻസൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. മാത്യു ചേട്ടനില്ലേ? ആ ഉണ്ട്. ഇതാ ചേട്ടൻ്റെ കയ്യിലേക്കൊന്ന് മൈക്ക് കൊടുത്തോളൂ. ആ ചേട്ടൻ പറയും കുറേ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞേക്കാളും എളുപ്പം മെഡിറ്റേഷൻ. ആ ചേട്ടന് ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്തുദേവനിൽ മാത്രം വിശ്വസിച്ച് ക്രിസ്തു മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു. അദ്ദേഹം ഇതിലൊന്നും ഒരിക്കലും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ സ്വപ്നം കാണുകയാണോ എന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ അദ്ദേഹത്തിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. കോൺട്രഡിക്റ്റീവായിട്ട് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. 37,000 എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ 37 അതിനേക്കാൾ പഴക്കമുള്ളതാണ് ഭാരതീയ സംസ്കാരം. ലോകത്തുള്ളതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കാരം ഭാരതീയ സംസ്കാരം തന്നെയാണ്. അപ്പോൾ ഈ 12,000 വർഷം തപസ്സിരുന്ന ഈ വാത്മീകി മഹർഷി കഥ എഴുതുമ്പോൾ ലവകുശന്മാരെ ഇരുത്തിക്കൊണ്ടാണ് കഥ പറയണത്. അപ്പോൾ കൊച്ചുമക്കളുടെ അടുത്താണ് കഥ പറയണത്. ദശരഥൻ്റെ കഥാപാത്രം പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടം പോലെ ഇവിടെ വരെ ജീവിച്ചിരിപ്പുണ്ട് ഇല്ലേ? അപ്പോൾ വാത്മീകി മഹർഷിയുടെ ഏജ് എത്രയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ആ മന്വന്തരത്തിലേക്ക് പോണില്ല. അത് കണക്ക് കൂട്ടണമെങ്കിൽ വേറെ കാൽക്കുലേഷനിൽ പോകേണ്ടി വരും. കാരണം ടൈം ആൻഡ് സ്പേസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ജീവിക്കുന്ന 3rd ഡയമെൻഷനിലാണ്. വാത്മീകി മഹർഷി രാമായണം എഴുതുന്ന സമയത്ത് 14th ഡയമെൻഷനിൽ പോയിട്ട് ബ്രഹ്മാവിൻ്റെ അനുവാദത്തോടു കൂടി അവിടെ ഇരുന്നാണ് എഴുതുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള തലമായിരുന്നു നമുക്ക് ചിന്തിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതായത് സൂക്ഷ്മ ലോകത്തേക്ക് ട്രാവൽ ചെയ്യുക, ആസ്ട്രൽ ട്രാവലിംഗ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അവിടെ ഇരുന്നുകൊണ്ട് സീതാദേവിയെ മുതൽ ഈ പറയുന്ന സകല കഥാപാത്രങ്ങളെയും പേനത്തുമ്പിലൂടെയാണ് സൃഷ്ടിക്കുന്നത്, ചിന്തയിലൂടെ. അവിടെ ഭർത്താവില്ല, ഭാര്യയില്ല, ഒന്നുമില്ല. ഇതൊരു ഡയമെൻഷനിൽ നടക്കുന്ന ഒരു കഥയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ചരിത്രമായിട്ടല്ല നമ്മൾ അതിനെ കാണുന്നൊരു കഥയാണ്. പക്ഷേ ബാക്കി എല്ലാ ഡയമെൻഷനിലും ഇത് സംഭവിച്ചിട്ടുള്ള കഥയാണ്. നമ്മൾ അവിടെ പോയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കിരീടം എന്ന് പറയുന്ന പടം നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ഒറിജിനലായിട്ട് നടന്നിട്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ കഥ എഴുതിയ ലോഹിതദാസ് തന്നെ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ശകലം ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയോ മദ്യപിക്കാൻ വേണ്ടി ഒരു ഷാപ്പിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ചതിൽ നിന്ന് കേട്ട ശകലം വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത് അതായിരുന്നു അതിനെ ത്രെഡ് എന്നുള്ളത് പറയണത് കേട്ടിട്ടുണ്ട്. ഈ ത്രെഡിന് വാല്യൂ ഇവിടെ ഇല്ല, മൂവിക്ക് പ്രാധാന്യമുള്ളൂ. ഇതുപോലെ രാമായണത്തിൻ്റെ ഇന്ന് കാണുന്ന ഈ 3rd ഡയമെൻഷനിലെ ബുക്കിന് മാത്രമേ നമുക്ക് പ്രാധാന്യമുള്ളൂ. ഇത് ഏതെല്ലാം തരത്തിൽ രാമായണം വന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് നമുക്കറിയില്ല. ഇന്ന് അതിനെ വളരെ മോശമാക്കി ഇന്ന് നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിലേക്കായിട്ട് മാറി രാമായണം. ഓരോന്നും നമുക്ക് സംശയമായിട്ട് മാറി. കാരണം നമുക്ക് ബ്രോഡ് മൈൻഡ് അല്ല ഉള്ളത്. നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് കാരണം നിങ്ങളുടെ ചിന്ത അതിലെ കൊണ്ടുപോയാലേ ഇത് പറയുന്നത് മനസ്സിലാവുള്ളൂ. പറയുന്നത് ആത്മീയ വിഷയമാണ്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു കുഞ്ഞു കുട്ടി വീട്ടിലുണ്ടായി കിടക്കുകയാണ്. ആ കുട്ടിയെ നമ്മൾ വീട്ടിലേൽപ്പിച്ചിട്ട് ഒന്ന് ബാങ്ക് വരെ പോകണുള്ളൂ അമ്മ. ഈ അമ്മയെ കാണാണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന വിഷമം എന്താണെന്ന് അമ്മ ഒരിക്കലും ചിന്തിക്കണില്ല, നമ്മളും ചിന്തിക്കണില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് അമ്മ നഷ്ടപ്പെട്ടു പോയ ഫീലിംഗ് ആയിരിക്കും. ഇത് ഭാവിയിൽ അതിന് വരുമ്പോൾ ചൈൽഡ് ട്രോമയായിട്ട് വന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് വാസന എവിടെ നിന്നാണ് കിട്ടിയത്? അമ്മ ഉണ്ടാക്കി കൊടുത്തതാണ് അല്ലേ? ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ രാമായണവും മഹാഭാരതവും ഒന്നും വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവണില്ല. ഈ കഥാപാത്രങ്ങൾ എങ്ങനെ വന്നു, ഏത് രൂപത്തിൽ രൂപപ്പെട്ടു എന്ന്. ഇനി ജ്യോതിഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അമ്മ പറഞ്ഞു ഈ ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ. അലക്സാണ്ടർ സാറ് പറഞ്ഞു പണ്ട് 6 ഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന്. 12 ഗ്രഹങ്ങളുമുണ്ട്. സൂര്യനും ചന്ദ്രനും നമ്മുടെ റൈറ്റ് ബ്രെയിൻ സൂര്യനാണ്, ലെഫ്റ്റ് ബ്രെയിൻ മൂണാണ്. ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ക്രോസ് കണക്ഷനാണ് കൊടുത്തേക്കുന്നത്, സയൻസ് പറയണത് ഇല്ലേ? ഈ എക്സായിട്ട് കണക്ഷൻ കൊടുക്കാൻ കാരണം എന്താ? നമുക്ക് ഇതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ശരീരം നമുക്കുണ്ട്, സൂക്ഷ്മ ശരീരം. ഇവർ രണ്ടുപേരും കണക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ അഭിമുഖവും ഇത് നമ്മൾ അതിനഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്.
അപ്പോൾ ഈ ഇൻഫിനിറ്റി കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ക്രോസ് കണക്ഷൻ മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പോൾ മോഡേൺ സയൻസ് മാത്രം എടുത്തേച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതെന്തിനാണ് ഈ ക്രോസ് കണക്ഷൻ എന്നൊരു എഡ്യൂക്കേറ്റഡ് ഡോക്ടറിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല. ഇത് പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു, ഇത് ക്രോസ് കണക്ഷനാണ്, റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബോഡീനെയും ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബോഡീനെയും കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു തരും. പക്ഷേ ഇതിൻ്റെ കാരണം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മീയതയിൽ പോകണം. അപ്പോൾ ഈ നമ്മുടെ അമ്മയുടെ ഉള്ളിലേക്ക് ചെന്നെത്തുന്ന, അതായത് 72 ദിവസം പിതാവിൻ്റെ ശരീരത്തിലിരുന്നിട്ടാണ് അമ്മയുടെ ശരീരത്തിലേക്ക് ഈ പവിഴമായിട്ട് മുത്തായിട്ട് അമ്മയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ആ ഗർഭഗൃഹത്തിലിരുന്ന് മാസങ്ങൾ പൂർത്തിയാക്കി വെളിയിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ശരീരത്തിൽ വേണ്ട ഓരോ അവയവങ്ങളും വച്ച് പിടിപ്പിക്കുന്നതിന് കാരകനായിട്ട് നിൽക്കുന്ന ഓരോ ഗ്രഹങ്ങളാണ്. ഞാൻ പറഞ്ഞു ശരിയാണോ അമ്മേ? ഓരോ ഗ്രഹങ്ങളാണ് നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും കാരകനായിട്ട് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയായ ജ്യോതിഷമാണ്. അപ്പോൾ ഈ കാരകനായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഗ്രഹീതമല്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് രോഗമായിട്ട് മാറും, ജനിക്കുമ്പോഴേ രോഗമായിട്ട് മാറും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് ഇന്ന 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 കാലഘട്ടങ്ങളിൽ പാടില്ല എന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക മുഹൂർത്തം വേണം. ഇത് മനുഷ്യൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ വെറുതെ നിസ്വാർത്ഥനായിട്ട് പ്രപഞ്ചത്തിനെ സമീപിക്കേണ്ട രീതി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഭർത്താവും നിങ്ങളും തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടി സൂര്യനിൽ നിന്നുണ്ടാവും. ഇതിൻ്റെ സയൻസൊക്കെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളുടെ ചിന്താശേഷിക്ക് അപ്പുറം നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും? നടക്കാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഭാരതത്തിൻ്റെ സംസ്കാരം അത്ര പവർഫുള്ളായിട്ട് കിടക്കുന്നതാണ്. ഇത് തമാശയ്ക്ക് പറയാനുള്ളതല്ല. ഞാനിതിൻ്റെ സൂക്ഷ്മം എന്താണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഡീസൻ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പറയണത്. എനിക്ക് പറയാൻ വിഷമമില്ല, പക്ഷെ അത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻ്റ് എഴുതാമെന്നുള്ളതല്ലാതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുദേവൻ്റെ അമ്മയ്ക്ക് ആ കുട്ടി ഉണ്ടായത് ഇവിടെ ആരും ഇരിപ്പുണ്ടല്ലോ, എന്താണ് ആ ചേട്ടൻ്റെ പേര്? മാത്യു ചേട്ടനില്ലേ? ആ ഉണ്ട്. ഇതാ ചേട്ടൻ്റെ കയ്യിലേക്കൊന്ന് മൈക്ക് കൊടുത്തു നോക്കും. ആ ചേട്ടൻ പറയും കുറേ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞേക്കാൾ എളുപ്പം മെഡിറ്റേഷൻ. ആ ചേട്ടന് ക്രിസ്ത്യാനിയാണ്. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ ഞാൻ വളരെ ഏറെ കാര്യങ്ങൾ കാണുവാനിടയായി. പ്രത്യേകിച്ച് SMS മെഡിറ്റേഷൻ ബാംഗ്ലൂരിൽ ചെന്ന് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ ക്രിസ്തുദേവനിൽ മാത്രം വിശ്വസിച്ച് ക്രിസ്തു മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ ഞാൻ മെഡിറ്റേഷൻ ഇരുന്നപ്പം ഇത് പറയുമ്പം തന്നെ എനിക്ക് ദേഹത്തൂടെ രോമാഞ്ചം കൊള്ളുന്നു. ഞാൻ കാണുന്നത് ദൂരമലയിൽ ശിവഭഗവാനെയും പാർവതിയാണ്. ശിവഭഗവാനെ ആദ്യം കാണുന്നത്, പിന്നെ നോക്കുമ്പോൾ വലതുവശത്ത് ക്രിസ്തുദേവൻ നിൽക്കുന്നു. ഇതെന്താ, എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ ഇങ്ങനെയൊന്നും വിശ്വസിച്ചിട്ടില്ല. ഉടനെ യേശുദേവൻ ശിവഭഗവാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊന്നാണ്. അത് പറയുമ്പോഴൊക്കെ എനിക്ക് ദേഹത്തൂടെ കുളിരുകൊള്ളുകയാണ്. ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, പിന്നെ ദേവീദേവന്മാരെ കണ്ടു, ദേവഗണങ്ങളോടൊപ്പം യേശു ക്രിസ്തുവിനെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഭൂമിയിൽ ദൈവങ്ങളുടെ കാര്യം പറഞ്ഞ് വഴക്കും വക്കാണവുമായിട്ട് നടക്കുമ്പം അവരുടെ ദൈവങ്ങൾ തമ്മിൽ എത്ര സ്നേഹം, ആ ഒരു ചൈതന്യം നമുക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ സ്വർഗീയ അനുഭവം കിട്ടുകയുള്ളൂ. ഞാൻ ഇപ്പം 3ാം ഘട്ടം 41+41 ഒരു 25 ദിവസം മെഡിറ്റേഷൻ ചെയ്തു. എൻ്റെ സഞ്ചാരം മുഴുവൻ ആകാശത്തു കൂടിയാണ്, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടിയാണ്. അത് വലിയൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് അപ്പോൾ നോർമലായി. ഒത്തിരി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതെല്ലാം അതിനൊരു സൊല്യൂഷൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആ ദൈവഗണങ്ങളുടെ കൂടെ ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഉള്ളൂ. ഗുരുജി എപ്പോഴും പറയും പ്രപഞ്ചത്തിൻ്റെ കൈവെള്ളയിലാണെന്ന്. എനിക്കത് അനുഭവമുണ്ട്. അപ്പം നമുക്കൊരു ദുഷ്ടശക്തിക്കും നമ്മളെ തൊടുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കയ്യിലാണ്, ദൈവഗണങ്ങളുടെ കയ്യിലാണ്. അതാണ് എനിക്കൊരു വലിയ അനുഭവം ചുരുക്കി പറയാനായിട്ടുള്ളത്. പറയാനാണ് ധാരാളമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞത്, ഈ വാഴയിടുമ്പോൾ അതിന് തൂണ് വേണം ഇല്ലേ, മറിഞ്ഞിടാണ്ടിരിക്കാൻ. എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടി പറയാൻ പറഞ്ഞു. ഒരു ഹാലുസിനേഷൻ ആണോ അത്? അതിന് ചോദിച്ചോ, നിങ്ങൾ ചോദിച്ചു മനസ്സിലായിക്കോ. ഒരു 8 വയസ്സുള്ള കൊച്ചിൻ്റെ പുസ്തകമില്ലേ? അല്ല, ഗുരുജി ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്.
ഞാനും അങ്ങേ വിശ്വസിക്കുന്നു. പക്ഷേ ഇതൊരു ഹാലുസിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? വീണ്ടും നാളെ കാണണമെന്ന് താങ്കൾ വിചാരിക്കും. നാളെ രാവിലെ മെഡിറ്റേഷൻ സമയത്ത് ഗുരുജിയെ വിളിക്കുന്നു, കാണുന്നു, അപ്പോൾ വീണ്ടും കാണാൻ ശ്രമിച്ചാലോ? ഇവരെ കൊണ്ടുപോകുന്നത് ഞാനാണെന്നേ. അതാണ് ഞാൻ ചോദിച്ചത്, ഹാലുസിനേഷൻ. അതെങ്ങനെയാണ് ഹാലൂസിനേഷൻ ആവണത്? ഇവർ ചെല്ലുന്ന എല്ലാ ലോകത്തും ഞാനുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഞാൻ തന്നെ അവിടെ ഉള്ളതും. ശരി, ഇത് റിയാലിറ്റിയാണ് ഈ പറയണത്. ഇതേ കാലുമ്മ കാല് ഏറ്റിച്ചു നല്ല അന്തസ്സായിട്ടായിരുന്നു പറഞ്ഞു, പേടിച്ചു. അപ്പോൾ ഇത് സത്യമായിട്ട് സോറി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മെഡിറ്റേഷൻ തുടങ്ങിയത്. ഗുരുജിയുടെ മെഡിറ്റേഷൻ ഞാനിങ്ങനെ ഒരു 10 ദിവസം ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹം ഇതിലൊന്നും ഒരിക്കലും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ സ്വപ്നം കാണുകയാണോന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ അദ്ദേഹത്തിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ 5 ദിവസം നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് 10 ദിവസത്തെ ക്ലാസ് കേട്ടു. ഞങ്ങൾ യാത്രയിലാണ് 10ാമത്തെ ദിവസത്തെ ക്ലാസ് കേട്ടത്. അന്ന് ഗുരുജിയുടെ അവിടെ ആശ്രമത്തിൽ ചെന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ അദ്ദേഹം ഈ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കാണുകയും ചെയ്തു. എല്ലാ ദൈവങ്ങളെയും കണ്ടു. ഓരോ ഗ്രഹങ്ങളിൽ കൂടെ പോകുന്നു. മനുഷ്യരല്ലാത്തതുപോലെയുള്ള രൂപങ്ങൾ കാണുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് മെഡിറ്റേഷനിൽ ധാരാളം ഹീലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അവരുടേതായ ആ ജന്മവാസനയോ അല്ലെങ്കിൽ ആ സോളിൻ്റെ പ്രത്യേകതയോ കൊണ്ടായിരിക്കും. ഞാൻ ഇന്ന് വരെയും ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തപ്പോഴും ഓരോ ദിവസവും പ്രത്യേകം ഇങ്ങനെ കാണുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഞാനിത് പറഞ്ഞതിൻ്റെ ഒരു പ്രധാന പോയിന്റിലേക്ക് എത്താം. ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചരക ശുശ്രുത ഗുരുക്കന്മാരൊക്കെ പണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത് ഈ ഭൂമിയിലല്ല. നമ്മളതിൻ്റെ അസ്യൂം ചെയ്തിട്ടുള്ള ചില വേർഷൻസൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. റിയാലിറ്റി അതല്ല. ഒരു പ്രത്യേക തരം കൂട്ടുമരുന്ന് കൊടുക്കും, അയാളെ മെഡിറ്റേഷൻ ഫോമിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. ഇതിനേക്കാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മറ്റൊരു ലോകത്തുണ്ട്. നാളെ എനിക്കൊരു അസുഖം വന്നാൽ ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ അവിടെ കൊണ്ടുപോകുമോ എന്ന് ഓർത്ത് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ഞാൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സമയത്ത് ഇവിടെ കൊണ്ടുപോകും. ഞാൻ മെഡിറ്റേഷനിലാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോകും. അതിനുള്ള ഉത്തരവൊന്നുമല്ല ഇപ്പോൾ പറയണത്. അപ്പോൾ ഈ ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു രോഗിയെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നത്, യൂട്രസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് യൂട്രസ് റിമൂവ് ചെയ്യില്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗവും റിമൂവ് ചെയ്യില്ല. അവരുടെ ഓപ്പണായിട്ട് സർജറി ചെയ്ത് അവരുടെ പഴയ അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരിക. അതായത് മുട്ടിന് സർജറി ഉണ്ടെങ്കിൽ മുട്ടിന് സർജറി ആസ്ട്രലായിട്ട് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നോർമലായിട്ട് ഇവിടെ കൊടുക്കാവുന്ന ഏത് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സപ്ലൈയിലൂടെ തീർക്കാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം നമ്മുടെ നോർമൽ മെഡിറ്റേഷനിൽ കടന്നു പോകും. ഇനിയിപ്പോൾ ഒരു ഹെവി ട്രീറ്റ്മെൻറ്റാണ്, ലൈക്ക് ഓപ്പറേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ആസ്ട്രൽ ലോകത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാണ്. നിങ്ങൾക്കിത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ സൂര്യനിൽ നിന്ന് കുട്ടി, ഒരു മിനിറ്റ്, സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന സൂര്യനാണ്. ഈ സൂര്യനിൽ നിന്നാണ് പുത്രൻ വരണത്, ഒരു സംശയമില്ല. ഞാൻ അതിൻ്റെ സൂക്ഷ്മലോകം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് അച്ഛൻ്റെ ഉള്ളിൽ 72 ദിവസം ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ലേ കൃത്യമായിട്ട്. ഈ 72 ദിവസം അച്ഛൻ്റെ ഉള്ളിൽ വന്ന് ഇരിക്കണത് എങ്ങനെയാണ്? അതിന് പക്വത എത്താൻ വേണ്ടിയാണ് 72 ദിവസം ഇരിക്കുന്നത്. അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ എങ്ങനെയാണോ യാത്ര അയക്കുന്നത് അതുപോലെ ഘോഷയാത്രയായിട്ടാണ് പോണത്. ആ ഒരാൾക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ, ബാക്കി എല്ലാവരും തിരികെ പോരുക. പക്ഷെ നമ്മൾ മോഡേൺ സയൻസ് നമ്മളെ പഠിപ്പിച്ചേക്കണ കോമ്പറ്റീഷനാണെന്നാണ്. നമ്മളെ തെറ്റായത് പഠിപ്പിച്ച് തന്നത് നേരെയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ജനങ്ങളുടെ കാതിലെത്തിയാൽ പോലും ജനങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം ഈ സയൻസ് എന്ന് പറയുന്ന സാധനം ലോകത്തെ മുഴുവൻ വേറൊരു മായാവലയത്തിൽപ്പെടുത്തിയിട്ട് ആളുകളുടെ ബുദ്ധിയെ അധപ്പതിപ്പിച്ച് വെച്ചേക്കാണ്. ഇനി അവരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗീരഥ പ്രയത്നമാണ്. ഭഗീരഥ പ്രയത്നം എന്ന് പറയാൻ കാരണം 3 തലമുറ തപസ് ചെയ്തിട്ടാണ് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അത് ഭഗീരഥൻ എന്ന് പറഞ്ഞ ആളാണ്. 3 തലമുറ തപസ് ചെയ്തിട്ട്. അപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ട് തൊണ്ട കീറി പറഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്ന ഇത്രയും കുടുംബം, അല്ലെങ്കിൽ 44,000 കുടുംബം നന്നായി വന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഊഹിച്ചോ. അപ്പോൾ സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാവും എന്നുള്ളതിനകത്ത് ഒരു സംശയവും എനിക്കില്ല. അത് ലോകം നാളെ അംഗീകരിക്കുന്ന രീതിയിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.
ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന ആൾ, ഞാൻ ഐ ആം കമ്മിങ് ഫ്രം എ മെഡിക്കൽ ഫീൽഡ്. എനിക്ക് രാഹുൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ലോകത്തിന് കൊടുക്കേണ്ടുന്നത്. ഞാൻ ഇട്ട മറുപടി അതാണ്. എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ ഇപ്പോൾ വരില്ല, പക്ഷേ ഞാൻ വരും ലോകത്തിന് മുന്നിലേക്ക്. കാരണം എനിക്കൊരു കാര്യമുണ്ട്, ഭാരതം ഇന്ന് ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫീൽഡിലാണ്, കച്ചവടം. പക്ഷേ ഗുരുജി പറഞ്ഞതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു യൂട്രസിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു ബ്രെയിനിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ കണ്ടിച്ച് മാറ്റുകയാണെങ്കിൽ അത് നമ്മൾ പിന്നീട് ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ബർത്ത് വരുന്ന സമയത്തേക്ക് അവിടെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2.5 വയസ്സ് മുതൽ എനിക്കൊരു വെളിപാട് കിട്ടിയതാണെന്ന് ഞാൻ പറയുന്നു, ഇവിടെ തുറന്ന് പറയുകയാണ്. ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഒരു ബുക്ക് എഴുതണം. ബുക്ക് എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ബുക്ക് തന്നെയായിരിക്കും. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ പൊട്ടൻഷ്യൽ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയില്ല ഒരു സ്ത്രീയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. ഒരു പുരുഷനേക്കാൾ ഏറെ പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ. കാരണം ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ അത് മനസ്സിലാക്കിയ ഒരാളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ ഞാൻ ഇന്നലെ രാവിലെ ഞാൻ വന്നത് തിരുവണ്ണാമലയിൽ നിന്നാണ്. തിരുവണ്ണാമലയിൽ ഞാൻ വിരൂപാക്ഷ ഗുഹയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇരുന്ന സമയത്ത് ഞാൻ തിരുവണ്ണാമലയിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് എന്നോട് അവിടെ നിന്ന് എനിക്ക് റെഗുലറായിട്ട് വരുന്ന മെസ്സേജ്, രമണൻ എന്നെ കാത്തിരിക്കുന്നു, നീ അവിടേക്ക് ചെല്ലുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വിരൂപാക്ഷ ഗുഹയിൽ കയറി 1 hour ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡിയിലുണ്ടായ ചേഞ്ചസ്, എൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് എനിക്കറിയാം. പക്ഷേ എൻ്റെ അടുത്തിരുന്ന എൻ്റെ മകൻ, കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം കേട്ടതാണ് എൻ്റെ ബോഡിയിലുണ്ടായ ചേഞ്ചസ്. സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിവെട്ടും മഴയും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതാണ് എൻ്റെ ശരീരത്തിലുണ്ടായി. എന്തുകൊണ്ടാണ് അത്രത്തോളം ഒരു സ്ത്രീയുടെ ശരീരം സെൻസിറ്റീവ് ആവുന്നത്? എനിക്ക് മെഡിക്കൽ സയൻസിനോട് ചോദിക്കാനുള്ളത്, ഞാൻ എൻ്റെ തന്നെയാണ് ഇന്നത്തെ ഫിസിക്സിൻ്റെ ലോകത്തും മെഡിക്കൽ സയൻസിൻ്റെ ലോകത്തും കെമിസ്ട്രിയുടെ ലോകത്തേക്കൊക്കെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് ഒരു പൗർണമി ദിവസമാണ്. ഞാനത് പറയുന്നുണ്ടല്ലോ, അത്രയും പൊട്ടൻഷ്യലാണ് ഒരു സ്ത്രീക്കുള്ളത്. അത് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്. ഇന്ന് ഞാൻ US നിന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ രാവിലെ ഞാൻ കോൺടാക്ട് ചെയ്തു. വളരെ ആക്സിഡൻ്റലിയാണ് സംഭവിച്ചത്. കോൺടാക്ട് ചെയ്തു, ഫിസിക്സ് ഫീൽഡിലുള്ള സയൻറ്റിസ്റ്റാണ്. ഞാൻ പുള്ളിക്കാരത്തിയുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യണം. മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്, അത് പ്രപഞ്ചവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ തുടക്കം നമുക്ക് കേരളത്തിൽ നിന്ന് തുടങ്ങാം. മലയാളികളുടെ ഒരു കൂട്ടായ്മയാവട്ടെ. ഇവർ പറഞ്ഞതിനകത്ത് 100% സത്യമാണ്. എൻ്റെ കൂടെ 18ഓളം ഡോക്ടേഴ്സ് റിസർച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല, കാരണം ബയാസ്ഡ് ആയി പോകും. അവർ മെഡിറ്റേഷനിൽ കാണുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി കൊടുക്കും. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഇടിയും മിന്നലും പോലത്തെയുള്ള പ്രവർത്തനം ഓരോ മൈക്രോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് ന്യൂറോൺസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റയർ ബോഡിയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ എക്സ്റ്റസി, അതായത് എപ്പോഴും ആനന്ദത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അപ്പോഴാണ്. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കണ്ട. നമുക്ക് വേണ്ട പ്രോട്ടീൻ, ന്യൂട്രോൺ, ഈ പറഞ്ഞ എല്ലാ സാധനം A to Z സാധനങ്ങൾ പ്രപഞ്ചത്തിൽ നമുക്ക് നേരിട്ട് ഒരു സിം കാർഡ് ഫോണിലിട്ടാൽ എങ്ങനെ സിഗ്നൽ റിസീവ് ചെയ്യുമോ അതുപോലെ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം വേണോ ഇതെല്ലാം നേച്ചറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. ഇത് മനുഷ്യന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ഒരു മൃഗത്തിന് വയ്യാന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ അമ്മാവനോ ഭാര്യയോ ആരും കൂടെ ഉണ്ടാവില്ല. അതിന് പനിക്കോ ജലദോഷത്തിനോ മരുന്ന് കൊടുക്കാനും കൂടെ ഉണ്ടാവില്ല. മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതുപോലെ ആശയം ഷെയർ ചെയ്യാനും അറിവ് പകരാനും വേണ്ടിയിട്ട് 3400ഓളം ഭാഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഭാഷ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഇന്ന് ഞാനിപ്പോൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ കയറിക്കോ. വെളുപ്പിന് 4 മണിക്കുള്ളൂ, 4:30 എല്ലാ ദിവസവും എൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇവിടെ ഈ പറയുന്ന എല്ലാ വിഷയവും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന ഡോക്ടേഴ്സ് എനിക്ക് തോന്നുന്നു 1-2 പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർച്ച് ടീമിനകത്തും ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫർദറായിട്ട് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.